അപ്പോൾ എൻ്റെ ചോദ്യം, നമ്മുടെ ഒരു ബഹുമത വേദങ്ങളിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതൻ, അപ്പോൾ അദ്ദേഹം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ അർത്ഥത്തിൽ ആലമുൽ ഷഹാദയിലെ മനുഷ്യർ ഒഴിവാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തമസ്സക്കാരെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മറ്റു മതസ്ഥർ വിശ്വസിക്കുന്ന ഇന്ന് ജീവിച്ചിരിപ്പുള്ള ദേവി, അത് അമ്മ അല്ലെങ്കിൽ തങ്ങൾ, മറ്റുള്ള പുണ്യ പുരുഷന്മാർ, അവരോട് സഹായം തേടിക്കൂടെ? നമുക്ക് രോഗം രോഗം സുഖപ്പെടുത്തി തരാനോ അല്ലെങ്കിൽ മറ്റുള്ള മക്കളെ നൽകാനോ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടുകൾ തീർത്തു തരാനോ ഈ ജീവിച്ചിരിക്കുന്ന ആലമുൽ ഷഹാദയിലുള്ള ഈ വ്യക്തികളോട് നമുക്ക് സഹായം ചോദിച്ചുകൂടെ എന്ന്. അത് ഈ മറ്റു വേദങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള ഈ പണ്ഡിതന് ഖുർആനിൽ പാണ്ഡിത്യമില്ല എന്ന് പറയാൻ എനിക്ക് അതിന് യോജിക്ക് കിട്ടണമെന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ അടുത്ത കാലത്തായി സംഘടനാ ഭക്തന്മാരായ ചില ആളുകൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയാദർശങ്ങളിൽ നിന്നും ചില വ്യക്തികളോടുള്ള വിരോധം കാരണം വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതം മുഴുവനും പഠിപ്പിക്കുവാൻ വേണ്ടി തുനിഞ്ഞിട്ടുള്ള ഒരു ആശയം, ആ ആശയത്തിനെതിരായിട്ടുള്ള പിച്ചും പേയുകളാണ് ശരിക്ക് സത്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നഊദു ബില്ലാഹി മിനൽ ഖുദ്ലാൻ. ഈ ഒരു മോശമായ അവസ്ഥയിൽ നിന്ന് ആദ്യമായി അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ബഹുമാന്യനായ റഫീഖ് സലഫി ഇവിടെ സൂചിപ്പിച്ച പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയം. അള്ളാഹു വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിലും 2013 വരെയുള്ള സലഫി പണ്ഡിതന്മാർക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത, ആ വിഷയത്തിൽ ലവലേശം പോലും സംശയമില്ലാത്ത അവരുടെ അഖീദയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളത്. അതിൽ നിന്നവരെന്ത് ചെയ്ത് വ്യതിചലിച്ചു. അതിനെക്കുറിച്ച് റഫീഖ് സലഫി സൂചിപ്പിച്ചതുകൊണ്ട് ആ ഭാഗത്തെ കടക്കുന്നില്ല. ഇപ്പോഴുള്ള ചോദ്യം, ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ ആശയത്തെ തന്നെ എന്ത് ചെയ്ത് അട്ടിമറിച്ചു. സത്യത്തിൽ എന്താ നമുക്ക് പറയുക? എല്ലാവിധ ബഹുമാനങ്ങളും അദ്ദേഹത്തോടുള്ള ബഹുമാനാദരകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൽ വലിയൊരു വിവരക്കേടാണ് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടൊരു കേൾക്കുന്നൊരു കാര്യം അതാണ്. കാരണം ജിന്ന് എന്നുള്ളതൊരു ഹഖീഖത്താണ്, യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും വന്നിട്ടുള്ളൊരു കാര്യമാണ്. സഹോദരന്മാരിപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും ബഹുമാന്യനായ സക്കരിയ സലാഹിയാണ് ഇപ്പോൾ ഈ ജിന്നിനെ പിടിച്ചു കൊടുക്കുന്നത് എന്ന് തോന്നിപ്പോകും. ജിന്നിനെയോ ഷെയ്ത്താനിനെയോ പരാമർശിക്കാത്ത ഏതൊരു അധ്യായമാണ് വിശുദ്ധ ഖുർആനിലുള്ളത്? മനുഷ്യ സമൂഹത്തിന് എന്തെല്ലാം തക്ലീഫുകൾ ബാധകമാണോ അക്കാര്യങ്ങളൊക്കെ തന്നെ മറ്റു സമുദായമായിട്ടുള്ള ജിന്നുകൾക്കും ബാധകമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഓരോ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യ ചരിത്രം എവിടെ തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ അതോടൊപ്പം തന്നെ ജിന്നിൻ്റെ ചരിത്രവും അള്ളാഹു പരാമർശിക്കുന്നു. ആരാണ് ഇവിടെ ജിന്ന് വിഷയം വലിച്ചു കൊണ്ടുവന്നത്?
റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനാണ് വലിച്ചു കൊണ്ടുവന്ന് എന്നുള്ളത് ഈ ആളുകളുടെ ഭാഷ കടമെടുത്ത് പറയണം. നഅൂദുബില്ലാ, റബ്ബിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. നോക്കൂ, മനുഷ്യ ചരിത്രത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുമ്പോൾ വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ എന്ന് തുടങ്ങിയിട്ട് അവിടെ ശൈത്താൻ എന്ത് ചെയ്ത് കടന്നു വന്നു. അതോടുകൂടി ജിന്ന് എന്നൊരു വർഗത്തെക്കുറിച്ചുള്ള പഠനം അവിടെ കടന്നു വന്നു. പിന്നീട് മനുഷ്യ ചരിത്രത്തെ സംക്ഷിപ്തമായും വിശദമായും പ്രതിപാദിച്ച എല്ലാ മേഖലകളിലും ഈ ശൈത്താൻ്റെ ഒരു ദുർബോധത്തിനെ സംബന്ധിച്ചും ജിന്ന് വർഗത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാണ് പറഞ്ഞിങ്ങനെ ഖുർആൻ എന്ത് ചെയ്യണം വരികയാണ്. 1-2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് 2-3 പോയിന്റുകൾ പറഞ്ഞിട്ട് എന്ത് ഇയ്യാക നസ്തഈനിലേക്ക് വരും. കാരണം വെച്ചാൽ ഇങ്ങനെ ടച്ച് ചെയ്ത് വരേണ്ടതാണ്. കാരണം ജിന്ന് എങ്ങനെയാണ്, എത്ര വലിയ പാണ്ഡിത്യം ഉണ്ടെങ്കിലും ജിന്ന് കയറുന്ന ഒരു മാർഗം ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സഹോദരന്മാരെ, മനുഷ്യ ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ അത് ബാധകമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യവർഗത്തിലേക്കും ജിന്ന് വർഗത്തിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ഈ വിശുദ്ധ ഖുർആൻ മനുഷ്യവർഗത്തിനും ജിന്നുവർഗത്തിനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് വളരെ സന്നിഗ്ധമായിട്ടുള്ളൊരു ഘട്ടത്തിൽ, ഏറെ പ്രയാസകരമായിട്ടുള്ളൊരു ഘട്ടത്തിൽ പോലും പടച്ച തമ്പുരാൻ ജിന്നിൻ്റെ നല്ല വശത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. എല്ലാവർക്കും അറിയാം തായിഫ് യാത്ര. തായിഫയുടെ യാത്ര ചരിത്രം നമ്മൾ ഓർമ്മിച്ച് ഒരു നിമിഷം നമ്മിൽ എന്ത് ചെയ്യണം, നമ്മളിൽ ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എന്ന് ആലോചിക്കണം. സ്വന്തം ജനിച്ചു വീണ മണ്ണിൽ നിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു പോവുകയാണ് ആദർശ പ്രബോധനത്തിന് ഒരിടം തേടിക്കൊണ്ട്. തൻ്റെ കൂട്ടുകാരും കുടുംബക്കാരുമുള്ളൊരു പ്രദേശമാണ് മക്ക. തായിഫിലേക്ക് പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിലേക്ക് തിരിച്ചു വരുവാൻ അവിടെയുള്ള വേറൊരു കാഫിറിൻ്റെ കഫാലത്ത് വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, പ്രബോധന ചരിത്രം അത് നമ്മളെപ്പോഴും വായിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഏറുകൊണ്ട് ശരീരത്തിലൂടെ രക്തം വാർന്നൊഴുകി ഇസ്ലാമിൻ്റെ ശത്രുവായിട്ടുള്ള എൻ്റെ ഓർമ്മിച്ചൊരു വലീദിൻ്റെ ആ തോട്ടത്തിൽ വിശ്രമിക്കുമ്പോൾ കുറച്ച് മുന്തിരിയുമായിട്ട് എന്ത് ചെയ്യാണ്, തൻ്റെ ഭൃത്യനെ അയക്കണം അദ്ദാസ്. ഈ മുന്തിരി കൊടുത്ത് തിന്നുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞപ്പോൾ അദ്ദാസ് അത്ഭുതപ്പെട്ടു. ഇത് ഞങ്ങളുടെ മതമായിട്ട് ബന്ധമുള്ളതാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ എവിടെ നിന്നാണ്? ഞാൻ നൈനവ എന്ന പ്രദേശത്തു നിന്നാണ്. ഓ, യൂനുസ് ഇബ്നു മത്തായിയുടെ സ്ഥലത്ത് നിന്നാണല്ലേ, എങ്ങനെ നിങ്ങൾക്കറിയാം? അങ്ങനെ എന്താണ്? അദ്ദേഹം ഇസ്ലാമിൽ സ്വീകരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനമായി. രണ്ടാമത് സഹോദരന്മാരെ, നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നു. എന്താണ്? സൂറത്തുൽ ജിന്നിലും സൂറത്തുൽ അഹ്ഖാഫിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് ഒരു ഭാഗം ജിന്നുകൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ സന്ദേശം ജിന്ന് സമൂഹത്തിൽ ദഅവത്തെത്തിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഇസ്ലാം സ്വീകരിച്ച് നബിയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് പോവുകയും ചെയ്തത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനമായിരുന്നു. അൽഹംദുലില്ലാഹ്. ബുദ്ധിയുള്ള വിവേകമുള്ള സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള മനുഷ്യൻ അവൻ സ്വീകരിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ താഴ്ത്തപടിയിൽ നിൽക്കുന്ന ജിന്നുകൾക്ക് പോലും കാര്യങ്ങൾ വ്യക്തമാവുകയും അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സമാധാനം ഉണ്ടായി. നിങ്ങൾക്കറിയുമോ, ഈ ഖുർആനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദഗ്രന്ഥമാണ് എന്നതിന് തെളിവായിട്ട് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. ആ വെല്ലുവിളിക്കുന്ന സമയത്ത് എന്താ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്? എന്താ പറഞ്ഞത്?
ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിൻ, മനുഷ്യവർഗം, ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു വൽ ജിൻ, മനുഷ്യവർഗവും ജിന്നുവർഗവും ഒരുമിച്ച് കൂടിയാൽ പോലും എന്തിന്, അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഇതുപോലുള്ളൊരു വിശുദ്ധ ഖുർആൻ കൊണ്ടുവരാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാൽ പോലും ലാ യഅ്തൂന ബിമിസ്ലിഹി, ഇതുപോലുള്ളതൊന്നും കൊണ്ടുവരാൻ കഴിയുകയില്ല. വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ദഹീറ, അവർ പരസ്പരം സഹായികളായാൽ പോലും. ജിന്നും മനുഷ്യരും ഒരുമിച്ച് കൂടിക്കൊണ്ട് സഹായം ചെയ്താൽ പോലും എന്തില്ല, ഖുർആനെ പോലുള്ളൊരു കൊണ്ടുവരും. കാരണം എന്താ അറിയോ, എന്തുകൊണ്ടാണ് ജിന്നുകൾക്ക് വെല്ലുവിളി വന്നത്? ഖുർആൻ അവരുടെയും വേദഗ്രന്ഥമാണ്. മനുഷ്യർക്കുള്ള ചില പ്രത്യേക കഴിവുകളുണ്ട്, അത് ജിന്നുകൾക്കില്ല. ജിന്നുകൾക്ക് ചില പ്രത്യേക കഴിവുണ്ട്, അതെന്തില്ല, മനുഷ്യനില്ല. ഈ കഴിവുകളൊക്കെ ഒരുമിച്ച് കൂടിയാലും റബ്ബിൻ്റെ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് പോലും എന്തെയില്ല, കൊണ്ടുവരാൻ കഴിയില്ല. അപ്പം എന്താണ് അവിടെ ജിന്നിൻ്റെ വിഷയം വരികയാണ് ഖുർആൻ വരുമ്പോൾ. നിങ്ങൾക്കൊക്കെ സുപരിചിതമാണല്ലോ, വിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തും സൗന്ദര്യമുള്ളതാണ്. അതിലൊരു പ്രത്യേക സൗന്ദര്യമുള്ളതാണ് സൂറത്തുർ റഹ്മാൻ അല്ലേ. 30 ചില്ലാനം സ്ഥലങ്ങളിൽ ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന് പറഞ്ഞിട്ട് എന്താ അതിൻ്റെ അർത്ഥം? ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ, നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും രക്ഷിതാവിൻ്റെ ഏതൊരു അനുഗ്രഹത്തിന്. ആരാ ഈ രണ്ട് കൂട്ടർ? ആ റഹ്മാൻ്റെ ആദ്യത്തിൽ പറഞ്ഞു അല്ലേ, ജിന്ന് വർഗവും മനുഷ്യവർഗവും. അപ്പോൾ ഒരിക്കലും ഈ ജിന്ന് വർഗം എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നത് പോലെ സക്കരിയ സലാം കൊടുന്നല്ല, ഖുർആനിൽ എവിടെയും അത് നമ്മൾക്ക് എന്ത് ചെയ്യും, കാണാൻ കഴിയും. ഇനിയോ സ്വർഗവും നരകവും നമുക്കും ഉണ്ട്, ജിന്നുകൾക്കും ഉണ്ടല്ലോ. അള്ളാഹു എന്താ പറഞ്ഞത്? നമുക്ക് മാത്രം നരകം, അല്ലെ ധിക്കരിക്കുന്നവർക്ക് നരകം, മനുഷ്യവർഗത്തിന് മാത്രം എന്ന് പറഞ്ഞോ? മനുഷ്യവർഗത്തിലെ നല്ലവർക്ക് സ്വർഗം എന്ന് മാത്രം പറഞ്ഞോ? ഇല്ല. അള്ളാഹു എന്താ പറഞ്ഞത്? വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്ന് മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകളെ, ഭൂരിഭാഗം ആളുകളെയും നരകത്തിലിട്ട് അല്ലാഹു നിറയ്ക്കും. എന്തേ കാരണം? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, അവരെന്തുകൊണ്ടെന്നില്ല, ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട് ജിന്ന് നരകത്തിൽ പോയി? നമ്മളെപ്പോലെ ചിന്തിക്കാനുള്ളൊരു മനസ്സവർക്കുണ്ട്, പക്ഷെ അതുകൊണ്ട് അവരെന്തില്ല, ചിന്തിക്കേണ്ട കാര്യം ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ കാണേണ്ടത് കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കേൾക്കാനുള്ള ശക്തി പക്ഷെ എന്തില്ല, കേൾക്കുന്നില്ല. അള്ളാഹു എന്താ പറഞ്ഞത്? ഉലൈക കൽ അൻആം, അവരെന്താണ്, മൃഗങ്ങളെ പോലെയാണ്. ബൽഹും അളല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ അധപ്പതിച്ചവരെ പോലെയാണ്. കാരണം എന്താ? ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അസദ്റാണ്. അപ്പോൾ ഗഫലത്ത് മനുഷ്യനുണ്ടാവും, ജിന്നിനും ഉണ്ടാവും. എന്തിനാ ഞാനിത് പറഞ്ഞു? ജിന്നിനോട് സഹായം അർത്ഥിക്കാനല്ല. ജിന്നിനോടുള്ള സഹായത്തായിട്ടും ഷിർക്കാണ് എന്ന കാര്യത്തെ നമുക്ക് ഒരു എന്തില്ല, അഭിപ്രായ വ്യത്യാസമില്ല. അത് വസീലത്ത് ഷിർക്കാകുന്നത് തന്നെ. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും എന്തെയില്ല, അറിയില്ല. അതൊരു ഹുക്കുമ എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം, പറയണമെന്നുള്ളതാണ്. ഒരു കാരണവശാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകരക്ഷിതാവായ പടച്ച തമ്പുരാനോടല്ലാതെ എന്തെയില്ല നമ്മൾ പ്രാർത്ഥിക്കൂല. അവനോട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പ്രാർത്ഥിക്കുള്ളൂ. ജീവൻ പണയം വെക്കേണ്ടി വന്നാലും, ഇഞ്ചിഞ്ചായി മരിക്കേണ്ടി വന്നാലും ഒരു ജിന്നിനെയും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല, ഒരു മലക്കിനെയും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല, ഒരു സൃഷ്ടിയെയും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. അള്ളാഹുവിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. ഇനി ഇതൊരു ഹഖീഖത്താണ്, ഖുർആനിൽ പറഞ്ഞൊരു കാര്യമാണ്. ഈ ഹഖീഖത്തായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യത്തെ ചില ആളുകളോടുള്ള വിരോധം കാരണം ആ മനുഷ്യൻ എന്ത് പറഞ്ഞ്, ഹൈന്ദവ പുരാണങ്ങളിലുള്ള ചില സാങ്കല്പികമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അതാണ് എന്ത്, വിഷ്ണു എന്നുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞു വിഷ്ണു ഒരു ജിന്നാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നു? അപ്പം തന്നെ എന്തായി, ഈ സാങ്കല്പികമായിട്ടുള്ള പുരാണങ്ങളെ ഖുർആനിലുള്ളൊരു യാഥാർത്ഥ്യമായി ജിന്നിനുമായിട്ട് എന്ത് ചെയ്തു, കൂട്ടി വെച്ചു. അവിടെ നിന്നാണ് ജിന്ന് എന്ത് ചെയ്യണത്, കയറാൻ തുടങ്ങിയത്. അങ്ങനെ കയറി എന്തായെന്ന് ചോദിച്ചാൽ, ഇയ്യാക നസ്തഈൻ എന്നുള്ളതിന് നമ്മൾ എല്ലാ കാലഘട്ടത്തും സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ള ആ ഹസ്ർ, ഇസ്തിആനത്ത് റബ്ബിനോട് മാത്രമേ. കാരണം എന്താ, അവിടുത്തെ ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ട ഇസ്തിആനത്താണ്.
ആ ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ പറ്റുന്ന ഇസ്തിആനത്താണ്. അത് ദൃശ്യലോകത്തുള്ള മനുഷ്യർ അതിൽ നിന്ന് ഒഴിവാണെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, രണ്ട് നിലക്കുള്ള അബദ്ധത്തിൽ അവരെന്ത് ചെയ്ത് പെട്ടുപോയി. കാരണം അതങ്ങനെ അബദ്ധത്തിൽ പെടും. കാരണം വെച്ചാൽ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി. ഞാൻ എപ്പോഴും പറയാണെന്ന് വെച്ചാൽ അൽ ഗായ തുബരുൽ വസീല എന്ന് പറഞ്ഞ ഈ മാർക്സിയൻ ചിന്താഗതിയുണ്ട്. എന്ത് ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും. അപ്പോൾ അവർക്കൊരു ലക്ഷ്യമുണ്ട്, അതിനു വേണ്ടി അവർ എന്ത് ചെയ്യണം, ഈ മാർഗം, തെറ്റായിട്ടുള്ള മാർഗം സ്വീകരിക്കുമ്പോൾ ഓരോ അധപ്പതനം. എത്ര പേരെ എത്തി സഹോദരന്മാരെ? നമ്മുടെ പ്രസ്ഥാനത്തിലെ MSMലൂടെ അങ്ങനെ വളർന്നു വന്നു വലിയൊരു സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനത്തെ ആൾ ഒരു കൂസലും ഇല്ലാതെ എന്ത് ചെയ്ത് വിളക്ക് കത്തിച്ചു. എന്നിട്ടെന്താണ്, ഞാൻ ചെയ്തത് തെറ്റാണെന്നും പറയാം. ഇതാണെന്ത്, നമ്മളെ ഷിർക്ക് ആരോപിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മേലേക്ക് അള്ളാഹു എന്ത് ചെയ്യും, ചിലപ്പോൾ ഈ ദുനിയാവ് തന്നെ ആ ഒരു ഷിർക്ക് എന്ത് ചെയ്യും, കാണിച്ചു കൊടുക്കുക. എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നതാണെന്ന് വെച്ചാൽ, ഇയ്യാക നസ്തഈൻ, നമ്മൾ അറബി ഭാഷയൊന്ന് എടുത്തു നോക്കിയാൽ ഇയ്യാക, ഇയ്യ എന്നുള്ളത് ലമീർ മുൻഫസിലാണ്. ആ ലമീർ മുൻഫസിനോട് കാഫുൽ മുഖാത്തബ്, നമ്മൾ നേരെ അഭിസംബോധന കാഫ് എന്ത് ചെയ്യുക, ചേർന്ന് വരിക. എന്നിട്ട് ഫിഇലിൻ്റെ മുമ്പിൽ വരികയും ചെയ്താൽ അവിടെ എന്തായി, ഹസുറായി. എന്ന് വെച്ചാൽ ആ ഇസ്തിആനത്ത് അള്ളാഹു അല്ലാത്ത ആർക്കും പാടില്ല. അവിടെ ഇസ്തിസ്നാഇൻ്റെ പ്രശ്നം തന്നെ എന്ത് ചെയ്യുന്നില്ല, ഉത്ഭവിക്കുന്നില്ല. അറബി ഭാഷയും കൂടി പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഈ മാത്രം പണ്ടൊരാളെന്ത് ചെയ്തിരുന്നു, കട്ടിരുന്നു ഇയ്യാക നഅ്ബുദു എന്നുള്ള. ഇവിടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ, പലിശ മൗലവി. ഒരു പലിശക്കാരൻ എന്ത് ചെയ്ത്, അള്ളാഹുവെ നിന്നെ ആരാധിക്കുന്നു, നിന്നോട് സഹായം തേടുന്നു. മൂപ്പറിൻ്റെ പാരമ്പര്യത്തിലെത്തി. അപ്പോൾ എന്താ മൂപ്പര് പറഞ്ഞെന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ, യുക്തിവാദത്തിൻ്റെ ഒരു പോക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹുവെ നിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്നല്ല ഉള്ളത്. അവിടെ നിൻ്റെ മാത്രം നാമത്തിൽ ആരംഭിക്കുന്നു എന്നുണ്ടോ? ഇല്ല. അപ്പം എന്താണ്, പദത്തിലില്ല. എങ്ങനെ പറഞ്ഞു, യാഥാർത്ഥ്യത്തിലുണ്ട്, പദത്തിലില്ല. പദാർത്ഥത്തിലില്ല, യാഥാർത്ഥ്യത്തിലുണ്ട് എന്ന്. സത്യത്തിൽ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് പദാർത്ഥത്തിലുണ്ട്, യാഥാർത്ഥ്യത്തിലുണ്ട്. കാരണം അത് എങ്ങനെ ഇസ്തിസ്നാഇൻ്റെ പ്രശ്നം തന്നെ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഉത്ഭവിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, തൗബ ചെയ്ത് മടങ്ങണം. ദൃശ്യ ലോകത്തുള്ള മനുഷ്യൻ വരെ ഒഴിവാണെങ്കിൽ പിന്നെ പണ്ടെങ്ങോ മരിച്ചുപോയ മറ്റേ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന ആ സങ്കല്പങ്ങൾക്കൊന്നും ഇതിൽ ഒരു യാഥാർത്ഥ്യം തന്നെയല്ല. അത് സാങ്കല്പികമായിട്ടുള്ള കഥകളാണ്. അതല്ലെങ്കിൽ തന്നെ ഷിർക്ക. പിന്നെ ഈ ഒരു തൗഹീദിൻ്റെ വശം ദൃശ്യലോകത്തുള്ള മനുഷ്യൻ എന്ത് ചെയ്യുക, വകവെച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ഇസ്തിആനത്ത് ജീവിക്കുന്ന മനുഷ്യനോട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന മനുഷ്യനോട് ആ ഇബാദത്ത് ചെയ്യാമെന്നതിനെന്തായി, അർത്ഥമായി. ജീവിക്കുന്ന ദൃശ്യലോകത്തുള്ള മനുഷ്യനോട് ഈ ഇസ്തിആനത്ത് തേടാമെന്ന് വന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇസ്തിആനത്ത് അവൻ്റെ സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കുക മുഖേന മഹാഷിർക്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആപതിച്ചു പോകും. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഒരു സൃഷ്ടിയും ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്തിൽ നിന്ന് അത് സർവ്വലോക രക്ഷിതാവായ റബ്ബിനോട് മാത്രം തേടേണ്ട ഒരു ഇസ്തിആനത്താണ്. അതിൽ നിന്ന് ദൃശ്യലോകത്തല്ല, ഏതൊരു ലോകത്തുമുള്ള ഒരു സൃഷ്ടികൾക്കും എന്തില്ല, അവകാശമില്ല. അത് ജിന്നിനോടും പാടില്ല, തൻ്റെ മുമ്പിലുള്ള മനുഷ്യനോടും പാടില്ല, മലക്കിനോടും പാടില്ല, മരത്തിനോടും പാടില്ല, കല്ലിനോടും പാടില്ല, ആരിനോടും പാടില്ല ആ ഇസ്തിആനത്ത്. പിന്നെ അവരെന്താ പറയുന്നത് നോക്കൂ, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്താലുള്ള അപകടങ്ങൾ എന്താണ്? നമ്മൾ സാധാരണ പറയും, ഒരു നുണ പറഞ്ഞാൽ അത് സ്ഥാപിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും, 9 നുണ പറയേണ്ടി വരും. ഇപ്പം ഈ ഒരു നുണയെ ന്യായീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു അപരാധത്തെ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള വാദത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് സൂറത്തുൽ മാഇദയിലുള്ള അല്ലേ അതെന്താണ്, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന ആയത്തിന് എന്ത് ചെയ്ത് എടുത്തു. സഹോദരന്മാരെ, ഇസ്തിആനത്ത് ഇയ്യാക നസ്തഈൻ എന്നുള്ള ഇസ്തിആനത്താണ് ഇവിടെ ഉദ്ദേശമെങ്കിൽ ഖുർആൻ പറഞ്ഞ തൗഹീദിനെ തന്നെ തകർക്കലാണ്. കാരണം എന്തുകൊണ്ടാണ്,
ആ ഇസ്തിആനത്ത് അനുവദനീയമാണെന്നാണ് ഇതിൽ പറയണമെന്ന് പറഞ്ഞാൽ എന്തായി? ഖുർആനിൽ വൈരുദ്ധ്യാരോപിക്കലായി. ഇയ്യാക നസ്തഈൻ എന്നുള്ള അതേ ഇസ്തിആനത്ത് മനുഷ്യന്മാരോട് ചെയ്യാവുന്ന അവസ്ഥ വന്നു. അപ്പോൾ നമ്മളെന്തായി? തൗഹീദ് ആകെ എന്ത് ചെയ്ത് പൊളിഞ്ഞ് പാപ്പറായി പോകും. നഊദു ബില്ലാഹ്. അതൊരു പൊതുതത്വം എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? മനുഷ്യന്മാർ തമ്മിൽ ഉള്ള അള്ളാഹുവിന് മാത്രമല്ലാത്ത സൃഷ്ടികൾക്കിടയിൽ അനുവദനീയമായിട്ടുള്ള ഒരു സഹായത്തേട്ടത്തിൽ ഒരു 10 റുപ്യ കൊണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധാരണ സഹായത്തേട്ടത്തിൽ തിന്മയുടെ വശം ആ ഇതെന്ത് ചെയ്യരുത്? ഒരിക്കലും പാടില്ല. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന ആശയം പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യണത്? തആവനു അലൽ ബിർരി വത്തഖ്വ എന്നെന്ത് ചെയ്ത് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യത്തിൽ വിശ്വാസികൾ പരസ്പരം സഹായിക്കാൻ പാടുള്ളൂ. മറ്റു പാപങ്ങളോ ശത്രുതയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? പരസ്പരം സഹായിക്കാൻ പാടില്ല എന്ന വലിയൊരു ആശയം, അത് ഈ ഇബാദത്തുമായിട്ടൊരു ബന്ധമില്ലാത്തൊരാശയം എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അത് ഈ ഖുർആൻ്റെ നുസൂലിൻ്റെതനുസരിച്ച് നോക്കിയാൽ തന്നെ എന്താണ്? ഇവരുടെ വാദം തെറ്റിപ്പോകും. കാരണം എന്താണ്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ളത് മനുഷ്യനെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെയുള്ളൊരു നിയമമാണ്. ഈ വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നുള്ളത് എന്താണ്? മദനി കാലഘട്ടത്താണ് ഇറങ്ങുന്നത്. മക്കയിൽ 13 വർഷവും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ് ജനങ്ങളെ ആ തൗഹീദ് പഠിപ്പിച്ച് എന്താണ് അള്ളാഹുവിന് മാത്രം അർഹമായിട്ടുള്ള ഇസ്തിആനത്ത് എന്നൊക്കെ മനസ്സിലായി, അതാർക്കും പാടില്ല എന്നൊക്കെ ഉറപ്പിച്ചതിന് ശേഷം മനുഷ്യന്മാർ തമ്മിൽ നടക്കുന്ന ഇസ്തിആനത്തിൽ എന്തെല്ലാം നിബന്ധനകൾ പാലിക്കണമെന്നുള്ള കാര്യം അവിടെ എന്ത് ചെയ്യാണ്? മറ്റു ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, വിശാലമായിട്ടുള്ള ശർഈ നിയമങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തതാണ്? ഇറങ്ങിയതാണ്. പക്ഷേ സഹോദരന്മാർ, നമുക്ക് ആരോടും എന്തില്ല? വാശിയില്ല. ആരെയും നമ്മൾ എന്തെങ്കിലും നിലക്കുള്ളൊരിത് ആരോപിക്കലുമില്ല. പക്ഷേ തൗബ ചെയ്ത് മടങ്ങണം. കാരണം ഇത് തൗഹീദിൻ്റെ വിഷയമാണ്, ഇത് ശിർക്കിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് ഇനിയും ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. എങ്ങനെ ന്യായീകരിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ ഷിർക്കിലും കുഫറിലും മൂക്കുകുത്തി വീണിട്ട് പിന്നെ എടുക്കാനും കൊടുക്കാനും ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും? ആയിത്തീരും. ഇത് തസ്തഗീസൂന റബ്ബക്കുന്നുള്ള ആയത്തോതിയിട്ട് ഫസ്തഗാസല്ലദീ മിൻ ശിയാത്തി അലല്ലദീ മിൻ അദുവിഹി, ആ ഇസ്തിഗാനത്ത് ഈ ഇസ്തിആനത്ത് അതാണെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാ? എന്താ സഹോദരന്മാർ ഈ നിലക്ക് പോയി കഴിഞ്ഞാൽ? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ എന്നുള്ള ആയത്ത് എന്ത് ചെയ്യുക? ദുആഇനെ കുറിച്ച് ഓതുക. എന്നിട്ട് സാധാരണഗതിയിലുള്ള എന്താണ് തമ്മിൽ എന്താണ് വിളിക്കണ ആ ദുആഇനെ കുറിച്ച് വന്നൊരു ആയത്തെടുത്തിട്ട് എന്താണ് ഇതിൽ നിന്ന് ദൃശ്യലോകത്തുള്ള മനുഷ്യൻ ഒഴിവായി എന്നിട്ട് അങ്ങോട്ട് തൗഹീദ് നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങി. എവിടെ ഇപ്പോൾ ഇത് ചെന്നെത്തുക? വല്ലാഹുൽ മുസ്തആൻ, വല്ലാഹുൽ മുസ്തആൻ. റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണം. കാരണം സഹോദരന്മാരെ, ഈ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം അത് എത്ര നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അറിയോ, നമ്മൾ നിർബന്ധ നിസ്കാരം മാത്രം നിർവഹിക്കുന്ന ഒരു 17 പ്രാവശ്യമാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ പറയുക, ഹിദായത്ത് ഏത് സമയത്ത് പിൻവലിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഹിദായത്ത് പിൻവലിക്കാൻ ഒരു മനുഷ്യൻ്റെ അറിവില്ലായ്മ എന്നുള്ളതൊരു വിഷയമല്ല. എന്തുകൊണ്ടാ? അല്ലാഹുവേ, നീ നേരെ ചൊവ്വായ മാർഗത്തിലൂടെ ഞങ്ങൾ നയിക്കണമേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നിൻ്റെ അനുഗ്രഹത്തിന് വിധേയമായവരുടെ മാർഗത്തിൽ. അവിടെ നിർത്തിയോ? ഇല്ല. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ, നീ കോപിച്ചവരുടെ മാർഗത്തിൽ. അതാരാണ്? ജൂതന്മാർ. അവരെന്താണ്? അറിഞ്ഞുകൊണ്ട് ലലാലത്ത്, അനപ്പൂർവ്വം എന്താണ് ലലാലത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അറിവുണ്ടായതുകൊണ്ട് എന്താവൂല? ഹിദായത്ത് ലഭിച്ചോളണമെന്നില്ല. വലല്ലാലീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നസാറാക്കല്ലേ, ക്രിസ്ത്യാനികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് അവർക്കെന്താ സംഭവിച്ച്? അറിവില്ലായ്മ കൊണ്ടാണ് അവർ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് എന്ത് ചെയ്തത്? വ്യതിചലിച്ചത്. അപ്പോൾ കുറേ അറിവുണ്ട്, ബഹുമതത്തിലൊക്കെ പാണ്ഡിത്യമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഹിദായത്ത് അള്ളാഹു പിൻവലിക്കാതിരിക്കില്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. പടച്ചമ്പരാൻ അദ്ദേഹത്തെയും നമ്മളെല്ലാവരെയും ഹിദായത്ത് പിൻവലിക്കുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും യഥാർത്ഥ ഹിദായത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പടച്ചമ്പരാൻ എത്രയും പെട്ടെന്ന് ഈ ഒരു തെറ്റ് മനസ്സിലാക്കി വിവേകത്തിലേക്ക് തിരിച്ചു വരുവാനും സത്യം പ്രബോധനം ചെയ്യുവാനുള്ള ഒരു ആർജവം അദ്ദേഹത്തിന് വീണ്ടും നൽകാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വാഹൃദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.